റോങ് കോൺസെപ്റ്റുകൾ. Yeah. ഇഗ്നോറൻസ് വലിയൊരു ജയിലാണ്. Yeah. അടുത്ത ആഴ്ച നമ്മൾ കേൾക്കാൻ പോകുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ ലോക്കായി പോയാൽ, ഫോർ എക്സാമ്പിൾ ഇന്ന് വീണ്ടും നമ്മൾ കേട്ട ഒരു കാര്യമാണ്, യോസെഫ് മരിച്ചു പോയെന്ന് യാക്കോബ് 10 കള്ളസാക്ഷികളുടെ കള്ളത്തിൽ വിശ്വസിച്ചു. യോസെഫിനെ സംബന്ധിച്ച് സ്തോത്രം, യാക്കോബിന് വലിയൊരു ബന്ധമുണ്ടായിരുന്നു. കാരണം തൻ്റെ ഇഷ്ടഭാജനമായ ഇഷ്ടപ്പെട്ട സ്ത്രീയായ റാഹേലിന്റെ മകനായിരുന്നു യോസെഫ്. അപ്പോൾ ഓൾറെഡി റേച്ചൽ പോയി, റാഹേൽ പോയി, ഇപ്പോൾ അവളുടെ സന്താനമായ യോസെഫ് പോയെന്ന് പറഞ്ഞപ്പോൾ അവൾ യാക്കോബ് എന്ന വലിയൊരു നിരാശയിലേക്ക് അങ്ങ് പ്രവേശിച്ചു. അതൊരു ജയിലായിരുന്നു. 22 years ഓൾമോസ്റ്റ്, 22 വർഷത്തോളം സ്തോത്രം കർത്താവ് ഈ യാക്കോബിന്റെ കാര്യത്തിൽ കർത്താവ് മൗനമായിരുന്നു. Am I right? 17ാമത്തെ വയസ്സിലല്ലേ യോസെഫ് എവിടെ പോകുന്നത്? വീട്ടിൽ നിന്ന് പോകുന്നത്. 30ാമത്തെ വയസ്സിലാണ് പ്രധാനമന്ത്രിയാകുന്നത്. ഓക്കെ, 13 വർഷം പ്ലസ് അതെ, നല്ല ക്ഷേമത്തിന്റെ 7 വർഷം, ക്ഷാമത്തിന്റെ ഒരു 2 വർഷം വെച്ചോ. സോ 13 അധികം 7, 20, ഓൾമോസ്റ്റ് നെക്സ്റ്റ് ഒരു 2 years കൂടെ വെക്ക്. സ്തോത്രം. സോ ഓൾമോസ്റ്റ് 20+ years, അല്ലെങ്കിൽ അറൌണ്ട് 22 years അപ്പോഴാണ് ഈ യോസെഫിന്റെ രഥം ഇവൻ കാണുന്നത്. സോ അതുവരെ ആ നിരാശയുടെ ജയില് യാക്കോബ് അടയ്ക്കപ്പെട്ടു. ഒന്ന് ചിന്തിച്ച്, യാബോക്ക് കടവിൽ വെച്ച് എൻകൗണ്ടർ ഉണ്ടായവനാണ്. സ്വർഗം തുറന്ന് ഗോവേണി ഇറങ്ങിയ അമേസിംഗ് ആയിട്ടുള്ള എൻകൗണ്ടർ ഉണ്ടായവനാണ്. പറഞ്ഞിട്ട് കാര്യമില്ല രമേശ, ഇന്നലകൾ എനിക്ക് എന്തോ ഉണ്ടായി, എവിടെയൊക്കെ ഞാൻ ഉപയോഗിക്കപ്പെട്ടു, എന്തൊക്കെ ഞാൻ പ്രാപിച്ചു, എന്തൊക്കെ ദൈവം ചെയ്തു എന്നല്ല. ഇത് ഡേ ടു ഡേ പരിപാടിയാണ്. നിങ്ങൾ മനസ്സിലാകുന്നുണ്ടോ? ഇത് ഡെയിലി ഉള്ള കാര്യമാണ്. അന്നേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ, അന്നേക്കുള്ള ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഇതില്ലെങ്കിൽ കണക്ഷൻ പോയി.